I still don't know whether I should be really talking about this. Okay. Gen Z and their trauma bragging. Can't you? ട്രോമ ബ്രാക്കിംഗ്, അതായത് തൻ്റെ പ്രശ്നങ്ങൾ മറ്റൊരാളെ വെറുപ്പിക്കുന്ന രീതിയിൽ അവരോട് പറഞ്ഞ്, അല്ലെങ്കിൽ അത് പറഞ്ഞ് അവരെ വെറുപ്പിക്കുക. ഇതൊരു ജെൻസീറ്റാണ്. ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് ഐ ആം ഗോയിങ് ടു ഡു നൗ. ഞാൻ പാസ് ചെയ്തു പോയ വഴികളിലൂടെ ആരെങ്കിലും ഇപ്പോൾ പാസ് ചെയ്തു പോകുന്നുണ്ടെങ്കിൽ അവരൊറ്റപ്പെട്ടിട്ടില്ല, ഞാനുണ്ട് കൂടെ എന്നുള്ള പോലെ. അതിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് +2 കഴിഞ്ഞിട്ട് മൂവ് ആവാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതായത് എനിക്ക് മാർക്ക് വളരെ കുറവായിരുന്നു +2. എനിക്ക് 55% ഏറ്റവും ഉള്ളായിരുന്നു. അതുകൊണ്ട് എനിക്ക് എവിടെയും സീറ്റ് കിട്ടിയില്ല. ഞാൻ എന്നെ പഠിക്കാൻ നോക്കിയില്ല. ഒരു 6 മാസം വെറുതെ തെണ്ടി തിരിഞ്ഞ് നടന്നിട്ട് പിന്നെ ഒരു കൊറിയർ ഓഫീസിൽ ഡെലിവറി പോയിട്ട് പണിക്ക് കയറി. ഒരു കൊല്ലത്തോളം ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത് എനിക്ക് തോന്നുന്നത് അവിടെ ഇരിക്കും. അതോടെ ഞാൻ അതേപോലെ വർക്ക് ചെയ്തില്ല. സോ ആ ഒരു ടൈമിലാണ് എനിക്കിത് സംഭവിക്കുന്നത്. ഞാൻ മെൻ്റലിയും ഫിസിക്കലും അല്ലാതെ ഡൗൺ ആയിപ്പോയി. അതായത് ഞാൻ ഇപ്പോൾ റോഡിൽ കൂടെ നടന്നു പോകാൻ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്ന് പാസ് ചെയ്യാൻ പോവാണെങ്കിൽ പോലും എനിക്ക് തല കറങ്ങുക, തല ചുറ്റുക, അല്ലെങ്കിൽ ഭയങ്കര ഡിസൈറ്റ് ഫീൽ ചെയ്യുക, ഭയങ്കര ലോ ആയിട്ട് ഉള്ളൊരു മൂഡ്. ഞാനൊരു സൈക്കോളജിസ്റ്റിനെ ഇതേപോലെ കൺസൾട്ട് ചെയ്യായിരുന്നു. അപ്പോൾ അവരാണ് പറഞ്ഞത്, നീ ഇതേപോലെ നിങ്ങൾക്ക് മൂവ് ഓൺ പറ്റുന്ന സിറ്റുവേഷനാണ്, ഇതിൻ്റെ കൂടുതലുള്ളവരൊക്കെ ഇപ്പോൾ പഠിക്കുകയാണ്, നീ മാത്രം ഇങ്ങനെ ജോലി നടക്കുന്നതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നമാണ്, അല്ലെങ്കിൽ ഈ ജോലി വീട് എന്തെങ്കിലും സ്ട്രെസ് അടിച്ചെടുക്കുന്നത് ഇതുകൊണ്ടുള്ള പ്രശ്നമാണെന്ന് പറഞ്ഞു. സോ ഓക്കെ, എന്നാൽ പിന്നെ ഒരു കോളേജിൽ ചേർന്ന് അങ്ങനെ പോകാൻ പറഞ്ഞു. കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ, അവർ വഴി ഞാനങ്ങനെ കോളേജിൽ കയറി. അത് പക്ഷേ അതിലും വലിയ ട്രോമായി പോയി ഗൈസ്. എൻ്റെ ഡേ ടു ഡേ ലൈഫ് ആക്ടിവിറ്റി ഞാൻ പറഞ്ഞേ. ഞാൻ ഇവിടുന്ന് ബസ് വെച്ച് പുതിയ സ്റ്റാൻഡിൽ പോകും. പുതിയ സ്റ്റാൻഡിൽ നിന്ന് കളമ്പൂർ, അതായത് NIT കഴിഞ്ഞിട്ടാണ് എൻ്റെ കോളേജ്. അവിടെ വരെ ഏകദേശം 25 കിലോമീറ്റേഴ്സ് പോയി വരുന്നൊന്നും പ്രശ്നമില്ല. പക്ഷേ ഈ ബസ്സുകാരുടെ വൃത്തിയട്ട മെൻറ്റാലിറ്റി കാരണം രാമജോണ്ട് എന്തെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും ഒന്ന് കുളച്ചില്ലെങ്കിൽ അവർക്ക് സമാധാനം കിട്ടൂല എന്നുള്ള പോലെ കുറച്ച് കണ്ടിട്ടുണ്ട്. എവറി ഡേ ഈസ് എ ബാറ്റിൽ. അങ്ങനെ ഇത് കഴിഞ്ഞ് അവിടെ എത്തി കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും മെൻ്റലി ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു. സോ ക്ലാസ് പോയിരിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താ, ഞാൻ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുന്നത്. അപ്പോൾ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റാണ്. അപ്പോൾ നമുക്ക് സൊസൈറ്റിയിലെ കുറേ പേരെ പറ്റി പഠിക്കണം, കുറേ കമ്മ്യൂണിറ്റീസിനെ പറ്റി പഠിക്കണം, ക്യൂർ കമ്മ്യൂണിറ്റിനെ പറ്റി പഠിക്കണോ, ഫെമിനിസം അത് ഇത് എന്ന് പറഞ്ഞിട്ട് കുറേ സംഭവത്തിനെ പറ്റി പഠിക്കണം. ചില അധ്യാപകന്മാർ, ചിലരെന്ന് വെച്ചാൽ എൻ്റെ ക്ലാസ് ഇറങ്ങി ഭയങ്കര ഇഷ്ടം, ഇപ്പോൾ അടിപൊളിയാണ്. പക്ഷേ ചില അധ്യാപകർ ഇവർ വന്നിട്ട് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഇതാണ് പറഞ്ഞുതരാൻ പോകുന്നത്, പക്ഷേ ഇത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് അവർ പാടെടുക്കാൻ തന്നെ തുടങ്ങും. ശരിക്കും അത് തെറ്റല്ലേ? നമുക്ക് ഈ ഒരു സംഭവം പറഞ്ഞിട്ട് ഇത് തെറ്റാണോ ശരിയാണോ എന്ന് നമ്മുടെ ലൈഫ് വെച്ചല്ല നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ അങ്ങനെ ഉണ്ടാവരുത്. ശരിക്കും 3000 പേര് പഠിക്കുന്ന കോളേജിൽ തന്നെ എനിക്ക് ആകെ കണക്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു ഫ്രീ ആയിട്ട് ഇടപെടാൻ പറ്റുന്ന 3-4 പേര് ആ കോളേജിലുള്ളൂ എനിക്ക്. അത് അവരുടെ പ്രശ്നമില്ല, എൻ്റെ പ്രശ്നം തന്നെയാണ്. ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട്. എനിക്ക് ഒരാളോട് ഇങ്ങനെ കോൺവെർസേഷൻ തുടങ്ങേണ്ടതെന്ന് അറിയില്ല, പുതിയൊരു സർക്കിളിൽ എത്തി കഴിഞ്ഞാൽ ഞാൻ പെരുമാറേണ്ടതെന്ന് അറിയില്ല. സോ അതിന് കുറേ പ്രശ്നങ്ങളുണ്ട്. ആക്ച്വലി എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ, എൻ്റെ ലോങ് ടേം ഫ്രണ്ട്സിനോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവർ എന്നെ അങ്ങനെ ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുകൊണ്ട് ഇത്രയ്ക്ക് ഇൻട്രോവേർട്ട്, ഇത്രയ്ക്ക് ഒരു എങ്ങനെ പറയുക, ഞാൻ തീരെ എക്സ്പ്രസീവ് അല്ല. അതായത് ചില കാര്യങ്ങളൊന്നും ഞാൻ തീരെ എക്സ്പ്രസീവ് അല്ല. എന്നെ അങ്ങനെ തന്നെ വെച്ചത്. അതായത് ചില മീഡിയോക്രിറ്റിക്ക് വീണ് വരുന്നില്ല എന്നുണ്ട്. അതായത് അതെനിക്കിനി പൊളിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. സോ പക്ഷേ ഞാൻ ഉള്ള സ്നേഹം കാണിക്കും, ഇല്ലാത്ത സ്നേഹം എന്നോട് കാണിക്കാൻ കഴിയൂല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. ഞാൻ ജെനുവിൻലി ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അത് ഞാൻ പ്രകടിപ്പിക്കും. പക്ഷേ നമ്മളൊരു സംഭവത്തിൽ ഇൻട്രസ്റ്റഡ് ആണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തിൽ ഭയങ്കര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്കെതിരെ യൂസ് ചെയ്യാനുള്ളൊരു ചാൻസ് വളരെ കൂടുതലാണ്. എനിക്ക് എൻ്റെ ലൈഫിൽ ഒരുപാട് നല്ല ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ഇട്ട ടീഷർട്ട് പോലും എനിക്കൊരു ഫ്രണ്ട് വാങ്ങി തന്നു. അവൻ്റെ പേര് പറയുന്നു പറഞ്ഞതിന് വേണ്ടി ഞാൻ പറ്റില്ല. നല്ല രസം. അവന് വന്നിട്ട് എനിക്ക് ഒരു ദിവസം വന്നിട്ടുണ്ട്. അത് ഞാനവനെ കണ്ടിട്ട് കുറേ എപ്പോഴെങ്കിലുമൊക്കെ കാണല്. അപ്പോൾ വന്നിട്ടുണ്ട് ഒരു ദിവസം എനിക്ക് 2 ഷർട്ട്, 2 ജീൻസ്, 2 ടീഷർട്ടൊക്കെ എടുത്ത് തന്നിട്ട് പോയിക്കുന്നു. എന്തൊരു പ്രാന്തന്മാരുണ്ട്. ആക്ച്വലി ഫ്രണ്ട്സ് കൊണ്ട് ഈ 2 സാധനങ്ങളൊക്കെ നടന്നത്. പക്ഷേ ചിലരുണ്ട്, അത് ഞാനറിയും, എൻ്റെ ഫ്രണ്ട്സിനെ പറ്റി പറയില്ല, അവരുടെ കൂടെ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ നമ്മളെ എനർജി വല്ലാണ്ട് ഡ്രെയിനായി പോകുന്ന പോലെ തോന്നും. അങ്ങനെയുള്ളവരെ മാക്സിമം
ലിമിറ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. എപ്പോഴും നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് അതാണ് പ്രയോറിറ്റി ആയിട്ട് കൊടുക്കേണ്ടത്. എനിക്ക് അങ്ങനെ കുറേ അബദ്ധം പറ്റിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പറയുന്നത്. സോ ഫൈനലി ഐ ആം ഫോക്കസിങ് ഓൺ മൈസെൽഫ്, ഫോക്കസിങ് ഓൺ മൈ മെൻ്റൽ ഹെൽത്ത്. സോ ബാക്ക് ടു ടോപ്പിക്. ഞാൻ സൊമാറ്റോക്ക് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അപ്പോൾ പെട്ടെന്നൊരു മൊമെന്റ് എത്തി. പിന്നെ വണ്ടിക്ക് കുറച്ച് കംപ്ലൈൻറ്റ് വന്നിട്ട് എനിക്ക് വിൽക്കേണ്ടി വന്നു. സോ അതിന് ശേഷം എനിക്ക് വർക്കില്ലായിരുന്നു കുറച്ച് ദിവസം. ഞാൻ കോളേജ് വിട്ട് ഇവിടെ എത്താൻ തന്നെ 6 മണി ടൈമാവും. പിന്നെ വേറെ വർക്കൊന്നും കിട്ടില്ല. അങ്ങനൊരു ടൈം എത്തിയപ്പോൾ എനിക്ക് ഞാൻ എങ്ങനെ കിടന്നുറങ്ങിയാലും രാത്രി 1 മണിക്ക് 2 മണിക്കൊക്കെ ഞാൻ എണീറ്റ് പോവുക. ഇങ്ങനെ 1.5 മാസവും അങ്ങനെ തന്നെ പോയി. എന്ത് ചെയ്തിട്ടൊരു രക്ഷയില്ല. അപ്പോഴാണ് എൻ്റെ ലൈഫിൽ വല്ലാത്തൊരു ടേണിംഗ് പോയിന്റിലേക്ക് ഞാൻ എത്തുന്നത്. എന്താ ഞാൻ വേറൊരു വീഡിയോ പറഞ്ഞുതരാം. ബൈ.